മലയാളത്തിന്റെ ചിരി മണവാളൻ മടങ്ങി. മതപരമായ ചടങ്ങുകളൊന്നുമില്ലാതെ പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെയായിരുന്നു നടൻ സലിം കുമാറിന്റെ സംസ്കാരം. പറവൂരിലെ വീട്ടുവളപ്പിൽ മക്കളായ ചന്തുവും ആരോമലും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. പറവൂർ ടൗൺ ഹാളിലെ പൊതുദർശനത്തിനു ശേഷം വീടായ ലാഫിംഗ് വില്ലയിൽ മൃതദേഹം എത്തിച്ചപ്പോഴും അണമുറിയാതെ ആയിരങ്ങളാണ് പ്രിയ നടനെ അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്. സലിം കുമാറിന്റെ ആഗ്രഹം പോലെ മതപരമായ ചടങ്ങുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മക്കളായ ചന്തുവും ആരോമലും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. രാവിലെ പറവൂർ ടൗൺ ഹാളിലും തുടർന്ന് മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴും ആയിരങ്ങൾ പ്രിയ നടനെ അവസാനമായി കാണാൻ ക്ഷമയോടെ കാത്തുനിന്നു. അസുഖങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നുവെങ്കിലും ഇത്ര വേഗം ഒരു വിയോഗം ഒരാളും പ്രതീക്ഷിച്ചതല്ല. അപ്രതീക്ഷിത മടക്കത്തിന്റെ ഞെട്ടലും പകപ്പും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയവർക്കെല്ലാം ഉണ്ടായിരുന്നു. രാവിലെ 9:15 ടൗൺ ഹാളിൽ തുടങ്ങിയ പൊതുദർശനം ഉച്ചകഴിഞ്ഞ് 2 മണിയോളം നീണ്ടു. വിവിധ തുറകളിലെ പ്രമുഖർ, സ്നേഹിതർ, നാട്ടുകാർ, സിനിമാ ആസ്വാദകർ, ഓർമ്മകളുടെ കടലിരമ്പവുമായി നിരവധി സഹപ്രവർത്തകരും സലിം കുമാറിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. തൻ്റെ നിലപാടുകൾ എപ്പോഴും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ഏതൊരവസരത്തിലും ഏതൊരു വേദിയിലും അത് തൻ്റെ പ്രൊഫഷനെ ബാധിക്കുമോ എന്നുള്ളതൊന്നും നോക്കാതെ ആ നിലപാടുകൾ വെട്ടിത്തുറന്നു പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു. വേറിട്ട ഭാവവും മുഖവും ഒരുപക്ഷെ ചിരിക്ക് പുതിയ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ അതുല്യ പ്രതിഭയാണ്. ഹാസ്യത്തിനൊരു മാറ്റമുള്ള ഭാവം കൊണ്ടുവന്ന അതുല്യ പ്രതിഭയാണ് സലീം കുമാർ. മുഖ്യമന്ത്രി വി ഡി സതീശനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. പൊതുദർശനത്തിനു ശേഷം മൃതദേഹം പുറത്തേക്കെടുക്കുന്നതിന് മുൻപ് കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും ചേർന്ന് കോൺഗ്രസ് പതാക പുതപ്പിച്ചിരുന്നു. പ്രിയ സുഹൃത്തിന്റെ ഓർമ്മയിൽ മുഖ്യമന്ത്രി ഒരു വേള വികാരാധീനനായി. എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കാലം മുതൽ, പറവൂരിൽ വന്ന കാലം മുതൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടുള്ള വലിയ ആത്മബന്ധമുണ്ട്. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തൻ്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എൻ്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിടപറയൽ ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇന്നലെ രാത്രി 10:40 സലിം കുമാർ അന്തരിച്ചത്. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയായിരുന്നു. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സലിം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ച പ്രതിഭയെന്ന് അനുശോചന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശ്ചര്യത്തോടെയും അഭിമാനത്തോടെയും മലയാളി സ്വീകരിച്ച കലാകാരനെന്ന് പിണറായി വിജയൻ. ചിരിപ്പിച്ച സലീം ഇപ്പോൾ കരയിപ്പിക്കുന്നു എന്ന് മമ്മൂട്ടി. എക്കാലത്തും പൗരബോധം കാത്തുസൂക്ഷിച്ച നടനെന്ന് മോഹൻലാൽ. കാലഘട്ടത്തിന്റെ പ്രതിഭയെന്ന് സുരേഷ് ഗോപി. നിർഭയത്തോടെ നിലപാടുകൾ പറയുന്ന വ്യക്തിയെന്ന് ജയറാം. അസ്ഥി പുഴയിൽ ഒഴുക്കുന്നതടക്കം ഒരു മരണാനന്തര ചടങ്ങും നടത്തരുത് എന്നാണ് സലിം കുമാർ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിലയ്ക്കാത്ത ചിരി നമ്മുടെ സിനിമയിൽ ബാക്കി വെച്ച് മീമും സ്റ്റിക്കറും ട്രോളും തമാശയുമായി നിത്യവും മലയാളിയോട് സംസാരിച്ച് ഭാഷാവഴക്കത്തിന്റെ തന്നെ ഭാഗമായ ഡയലോഗുകൾ ഓരോ തവണ ആവർത്തിക്കുമ്പോഴും ഊറുന്ന ചിരിയോർമ്മയായി പ്രിയ നടൻ ഇനിമേൽ അനശ്വരനാകുന്നു. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയാണ് കടന്നുപോകുന്നത്. എന്നാൽ മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കില്ല ചിരിയുടെ ഈ മണവാളനെ. പ്രിയപ്പെട്ട സലിം കുമാറിന് ടീം ന്യൂസ് മലയാളത്തിന്റെ ആദരാഞ്ജലികൾ.